ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തിരുവനന്തപുരത്ത് ഒരു അമ്മയും മോളും സൈനൈഡ് കഴിച്ച് മരിച്ചു. ഒരു ആത്മഹത്യക്കുറിപ്പൊക്കെ എഴുതിയിട്ടും അതേപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഫാമിലി ഗ്രൂപ്പിൽ ഇതുപോലെ ചെയ്തിട്ടുമാണ് അവർ മരിച്ചത്. അതിനുശേഷം ഈ ആൾക്കാർ ഈ മെസ്സേജ് കണ്ടതിന് ശേഷമാണ് ഇവർ വീട്ടിൽ വരുമ്പോഴത്തേക്കും സോഫയിൽ ഇവർ രണ്ടുപേരും കൂടെ കൈ കോർത്ത് പിടിച്ചൊക്കെ കിടന്ന് മരിക്കുമായിരുന്നു ചെയ്തത്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രീമ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ, അത് മരിച്ച ആ കുട്ടിയുടെ പേരാണ് ഗ്രീമ പറയുന്ന പെൺകുട്ടിയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ, പുള്ളിക്കാരൻ കാരണമാണ് ഇവർ മരിച്ചിരിക്കുന്നത്. ആത്മഹത്യക്കുറിപ്പിൽ നല്ല വിശദമായിട്ട് കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ഒരുപാട് സ്വത്തുക്കളുള്ള ആൾക്കാരാണ് ഇവർ. പൈസയ്ക്കൊന്നും യാതൊരു കുറവുമില്ല. അതേപോലെ തന്നെ 200 പവനും വീടും സ്ഥലവും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഉണ്ണികൃഷ്ണന് ഈ ഗ്രീമേനെ കല്യാണം കഴിച്ചു കൊടുത്തത്. അപ്പം നമുക്ക് വരുന്ന ഒരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്രീമയ്ക്ക് ഐശ്വര്യമില്ല, ആൾ PG കംപ്ലീറ്റ് ചെയ്യാഞ്ഞത് ഐശ്വര്യക്കേട് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഈ ഒരു ഗ്രീമേനെ മാനസികമായിട്ട് ഈ ഉണ്ണികൃഷ്ണനും അവരുടെ ഫാമിലിയും കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ മുഖം കണ്ടാൽ, സ്വയമേ പോയി ഒന്ന് ഒരു കണ്ണാടി പോയി മുഖം നോക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയത്തില്ലായിരുന്നു. ഗ്രീമ എന്ത് രസമാണ് ആ കുട്ടിനെ കാണാൻ, അറിയാമോ? ഗ്രീമ എന്ന് പറയുന്ന ആ ഒരു കുട്ടീനെ കാണാൻ എന്ത് ഭംഗിയാണ്. ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആളെ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. എന്തിനാ ഈ നിനക്ക് ഐശ്വര്യമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്, എന്നാൽ പിന്നെ അതിന് മുന്നേ നിങ്ങൾ നോക്കണമായിരുന്നു ഐശ്വര്യമുള്ള കുട്ടിയാണോ, എങ്ങനെയാണ് നിങ്ങൾ ഈ ഐശ്വര്യത്തിനെ അളക്കുന്നത്, എങ്ങനെയാണ് മുഖം കണ്ടിട്ടാണോ അതല്ലെങ്കിൽ ജാതകം നോക്കിയിട്ടാണോ, എന്തിൻ്റെ ബേസിസിലാണ് എന്നറിയത്തില്ല. കൃഷ്ണൻ്റെ ഫാമിലിനെ പറ്റി ഒന്നും തന്നെയും ആത്മഹത്യക്കുറിപ്പ് പറഞ്ഞിട്ടില്ല. ഉണ്ണികൃഷ്ണൻ കാരണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ അച്ഛൻ, ഗ്രീമയുടെയൊക്കെ അച്ഛൻ ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് ഹൃദയാഘാതം മൂലം മരിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതിൻ്റെയൊക്കെ മാനസിക പ്രശ്നങ്ങൾ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരിക്കും, ആരും ഇല്ലാത്ത ഒരു ഇത്. പക്ഷേ ഒത്തിരി ബന്ധുക്കളൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, ഒരുപാട് സ്വത്തുക്കളുള്ള ആൾക്കാരാണ്. ഈ സ്വത്തുക്കളൊക്കെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്, മാമന്മാർക്കുള്ളതാണ് ഇത് എന്നോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ സഹോദരന്മാർക്കോ ഒന്നും കൊടുക്കരുത് എന്നൊക്കെ വ്യക്തമായിട്ട് അത് അവസാനത്തെ ഞങ്ങളുടെ ആഗ്രഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്. ഒരു മരിപ്പ് വീട്ടിൽ പോയപ്പോഴത്തേക്കും ഗ്രീമയും അമ്മയും ഉണ്ടായിരുന്നു. മരിപ്പ് വീട്ടിൽ പോയപ്പോഴത്തേക്കും ഈ ഉണ്ണികൃഷ്ണൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് നിൻ്റെ കൂടെ ഇനി ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുകയും, ഇത് കേട്ടപ്പോഴത്തേക്കും ഈ ഗ്രീമയുടെ അമ്മ തളർന്നു വീഴുകയും ചെയ്തു. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവർ സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷേ ഈ സൈനൈഡ് എവിടെ നിന്ന് വന്നു എന്നുള്ളൊരു ചോദ്യത്തിന് ഇപ്പോഴും ഉണ്ട്. എവിടെ വന്നെന്നുള്ളത് ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എനിവേ, ഇതുപോലത്തെ ഒരുപാട് കേസസ് ഉണ്ടായിരിക്കും. എനിക്ക് പറയാനുള്ളത്, പോസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടേതായൊരു ലൈഫ് നോക്കണമായിരുന്നു. ചിലപ്പോൾ അവരുടെ മാനസികാവസ്ഥ നമുക്കിങ്ങനെ പറയുന്ന പോലെയല്ല, അവരുടെ മാനസികാവസ്ഥ എന്താണ് നമുക്കറിയത്തില്ല. എനിവേ, ഇങ്ങനെയൊന്നും ഒരാൾക്കും സംഭവിക്കാതിരിക്കട്ടെ, ഇങ്ങനൊന്നും സംഭവിക്കരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ, സ്റ്റേ ട്യൂൺഡ് ടു മൈ ചാനൽ ഫോർ മോർ ആൻഡ് മോർ ആർട്സ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.